ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് PGP പ്രെറ്റി ഗുഡ് പ്രൈവസിയിലെ ഓഫർ ചെയ്യുന്ന സർവീസസിനെ കുറിച്ചാണ്. PGP എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി കൺസെപ്റ്റാണ്. അത് ഇമെയിൽ സെക്യൂരിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. PGP ഓഫർ ചെയ്യുന്ന സർവീസസ് ആണ് ഒതൻറ്റിക്കേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി, കംപ്രഷൻ, ഇമെയിൽ കോമ്പാറ്റിബിലിറ്റി ആൻഡ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് റിയൽ ആണോ അല്ലെങ്കിൽ ട്രൂ ആണോ എന്ന് വാലിഡേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിനെയാണ് ഒതൻറ്റിക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ട് നെയിമും പാസ്വേഡും കൊടുക്കും. അതാണ് ഒതൻറ്റിക്കേഷൻ വെരിഫിക്കേഷൻ പ്രൊസീജിയർ. The hash function used in SHA-1 which makes a 160-bit message digest. EP or DP defines public encryption, decryption, and the algorithm used can be RSA or DSS. Hash function calculate the hash value of the message. Hash functions hash values മെസ്സേജിൻ്റെ ഹാഷ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഹാഷ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ ദി ഹാഷിംഗ് പർപ്പസ് SHA-1 ഈസ് യൂസ്ഡ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എ 160-bit ഔട്ട്പുട്ട് ഹാഷ് വാല്യൂ ആൻഡ് EP or DP defines public encryption or decryption and the algorithm used can be RSA or DSS. The set of SHA-1 and RSA support an effective digital signature scheme. Because of the strength of RSA, the recipient is guaranteed that only the possessor of the connecting private key can make the signature. Because of the strength of SHA-1, the recipient is guaranteed that no one else can create a new message that connect the hash code and therefore the signature of the original message. Using sender's private key, SHA-1 is encrypted and it's called a digital signature scheme. RSAയുടെ സ്ട്രെങ്ത് കാരണം പ്രൊസസ്സറുമായി കണക്ട് ചെയ്യുന്ന പ്രൈവറ്റ് കീ മാത്രമേ സിഗ്നേച്ചർ മേക്ക് ചെയ്യാൻ കഴിയുമെന്ന് റെസിപ്പിയറിനെ ഗ്യാരണ്ടി ചെയ്യുന്നു. SHA-1ൻ്റെ സ്ട്രെങ്ത് കാരണം ഹാഷ് കോഡ് ഒറിജിനൽ മെസ്സേജിൻ്റെ സിഗ്നേച്ചർ ബന്ധിപ്പിക്കുന്ന ഒരു ന്യൂ മെസ്സേജ് മറ്റാർക്കും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് റെസിപ്പിയൻറ്റിന് ഗ്യാരണ്ടി ചെയ്യുന്നു. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് sometimes with some packages labeled as confidential, which means that those packages are not meant for all the people and only selected persons can see them. That means ചില പാക്കേജസ് കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ലാബിൽ ചെയ്തിട്ടുണ്ടാവുക. സെലക്റ്റഡ് പേഴ്സൺസിന് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സർവീസ് supported by PGP is confidentiality which is provided by encrypting messages to be transmitted or to be saved as files. ഇത് PGP സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർവീസാണ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യാനോ ലോക്കൽ ഫയൽസായി സേവ് ചെയ്യാനോ ഉള്ള മെസ്സേജസ് എൻക്രിപ്റ്റ് ചെയ്ത് നൽകുന്ന കോൺഫിഡൻഷ്യാലിറ്റിയാണ്. In some cases, the user has a best of cast 128 IDEA or 3DS in 64-bit cipher feedback mode. The symmetric key is used only once and is generated as a random number with the required number of bits. It is acquired along with the message and is encrypted using the recipient's public key. ഇത് PGP സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർവീസാണ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യാനോ ലോക്കൽ ഫയൽസായി സേവ് ചെയ്യാനോ ഉള്ള മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്ത് നൽകുന്ന കോൺഫിഡൻഷ്യാലിറ്റിയാണ്. ചില സിറ്റുവേഷൻസിൽ ചില കേസസിൽ യൂസേഴ്സിന് 64-bit സൈഫർ ഫീഡ്ബാക്ക് മോഡിൽ കാസ്റ്റ് 128 IDEA ഓർ 3DS എന്നിവയുണ്ട്. സിമെട്രിക് കീ ഒരു തവണ മാത്രമേ ഉപയോഗിക്കൂ.
ആവശ്യമുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് ആവശ്യമുള്ള റാൻഡം നമ്പർ ഓഫ് ബിറ്റ്സായി ജനറേറ്റ് ചെയ്യുന്നു. The center create a message and a random number to be used as a session key for the message only. The message is encrypted utilizing cast 128 IDA or 3DES with the session key. The session key is encrypted with RSA utilizing the recipient's public key and is prepended to the message. The receiver uses RSA with its private key to decrypt and restore the session key. The session key can be used to decrypt the message. സെഷൻ കീ മെസ്സേജ് ഡീക്രിപ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മെസ്സേജിന് മാത്രമായി സെഷൻ കീ യൂസ് ചെയ്യുന്നതിന് സെൻഡർ ഒരു മെസ്സേജും റാൻഡം നമ്പറും ക്രിയേറ്റ് ചെയ്യും. സെഷൻ കീ യൂട്ടിലൈസ് ചെയ്ത് കാസ്റ്റ് 128 IDA ഓർ 3DS യൂസ് ചെയ്താണ് മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. സെഷൻ കീ ഡീക്രിപ്റ്റ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും റിസീവർ അതിൻ്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് RSA യൂസ് ചെയ്യുന്നു. മെസ്സേജ് ഡീക്രിപ്റ്റ് ചെയ്യാനും സെഷൻ കീ യൂസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് കംപ്രഷൻ as a default, PGP restrict the message after using the signature but before encryption. This has the advantage of storing space both for email transmission and for file storage. By default, സിഗ്നേച്ചർ യൂസ് ചെയ്തതിന് ശേഷവും എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് PGP മെസ്സേജ് റെസ്ട്രിക്റ്റ് ചെയ്യും. ഇമെയിൽ ട്രാൻസ്മിഷനും ഫയൽ സ്റ്റോറേജിനും ഉള്ള സ്പേസ് സ്റ്റോറിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ആൻഡ് ഇമെയിൽ കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത് സം ഇലക്ട്രോണിക് മെയിൽ സിസ്റ്റംസ് ഓൺലി അലോസ് ദി യൂസ് ഓഫ് ബ്ലോക്സ് ഇൻക്ലൂഡിംഗ് ASCII ടെക്സ്റ്റ്. വെൻ PGP യൂസ്ഡ് മിനിമം പാർട്ട് ഓഫ് ദി ബ്ലോക്ക് ടു ബി ട്രാൻസ്മിറ്റഡ് ഈസ് എൻക്രിപ്റ്റഡ്. ചില ഇമെയിൽ സിസ്റ്റം ASCII ടെക്സ്റ്റ് ഉൾപ്പെടെയുള്ള ബ്ലോക്കുകളുടെ യൂസ് മാത്രമേ അലോ ചെയ്യൂ. PGP യൂസ് ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ബ്ലോക്കിൻ്റെ ഏറ്റവും മിനിമം പാർട്ട് എൻക്രിപ്റ്റ് ചെയ്യും. ആൻഡ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇമെയിൽ ഫെസിലിറ്റീസ് ആർ റെസ്ട്രിക്റ്റഡ് ടു എ മാക്സിമം മെസ്സേജ് ലെങ്ത്. For instance, some facilities accessible throughout the internet set a maximum length of 50,000 octets. Some message higher than that should be broken up into smaller segments, each of which is mailed independently. Email facilities maximum message length restrict ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് ത്രൂഔട്ട് ഇൻ്റർനെറ്റിൽ ആക്സസ് ചെയ്യാവുന്ന ചില ഫെസിലിറ്റീസ് മാക്സിമം 50,000 ഒക്ടറ്റ്സ് ആണ്. അതിനേക്കാൾ ഹയർ ആയിട്ടുള്ള ചില മെസ്സേജസ് ചെറിയ പാർട്സായിട്ട് സ്മോളർ പാർട്സായിട്ട് സെഗ്മെൻറ്റ് ചെയ്യും, വിഭജിക്കും. അത് ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മെയിൽ ചെയ്യും. ആൻഡ് ഇതാണ് PGP ഓഫർ ചെയ്യുന്ന സർവീസസ്: ഒതൻറ്റിക്കേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി, കംപ്രഷൻ, ഇമെയിൽ കോമ്പാറ്റിബിലിറ്റി ആൻഡ് സെഗ്മെൻറ്റേഷൻ. Thank you.